വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കോവൽ നടലാണ്. കോവൽ നടാൻ പറ്റിയ സമയമാണിപ്പോൾ. ഇപ്പം കോവൽ നട്ടാൽ പെട്ടെന്ന് കിളിർക്കും. ഞാനിവിടെ കോവൽ നടാൻ വേണ്ടിയിട്ട് ഒരു കുഴി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് വെള്ളം നനച്ചിട്ടാണ് ഈ കുഴി എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മണ്ണ് ഇളകി കിട്ടണം. വലിയ കുഴി വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ ഇളക്കമുള്ള മണ്ണായിരിക്കണം. വൈകുന്നേരമാണ് നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം. നടാൻ ഉപയോഗിക്കുന്നത് ആ തണ്ട് ഇത്ര വലുപ്പമുള്ളതാണ് ഏറ്റവും നല്ലത്. വലുതായാലും മുളക്കാതിരിക്കൊന്നുമില്ല, വലുതും ചെറുതും എല്ലാം മുളക്കും. ഞാനിതിന് ഉപയോഗിക്കുന്ന വളം എന്ന് പറഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടിയും വെണ്ണീറും കൂടിയിട്ട് മിക്സ് ചെയ്തതാണ്. വേപ്പും പിണ്ണാക്കൊന്നും ഇടുന്നില്ല. വേപ്പും പിണ്ണാക്കാണെങ്കിൽ അത് മാത്രമായാലും മതി. പിന്നെ വടക്കൂറുള്ള നല്ല മണ്ണാണെങ്കിൽ വെറുതെ നട്ടാൽ കോവൽ നന്നായിട്ട് വളരും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതും വർഷങ്ങളോളം വിളവ് കിട്ടുന്നതുമാണ് ഈ കോവൽ. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ കിടത്തി ഇങ്ങനെ കിടത്തി വെച്ച് കൊടുത്തു. മറ്റേ മിക്സ് ചെയ്ത മണ്ണ്, അരികിലുള്ള മണ്ണ് ഫുള്ളായിട്ട് മൂടിക്കൊടുക്കണം. ഓരോ മുട്ടും തന്നെ നന്നായിട്ട് ഒന്നും രണ്ടും എല്ലാം ഇതളായിട്ട് കിളിർത്ത് വരും. മേലെ ഒരുപാട് മണ്ണൊന്നും ഇടണ്ട, ഇത്രത്തോളം മതി. പേടി കാണുന്നില്ല, ഇതുപോലെ മൂടിക്കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ നടുവിൽ കഴിഞ്ഞു. ഇലകൾ വളരെ കുറച്ചിട്ടാൽ മതി. ഈ മുള വരുമ്പോൾ അതിനൊരു തടസ്സമാകാൻ പാടില്ല. ഞാൻ ചെറുതായിട്ടൊരു ഒന്ന് വതറിക്കൊടുത്താൽ മതി. അങ്ങനെ മതി. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ തണ്ട് കണ്ട കുറച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് നല്ല മൂടിക്കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നോക്കിയാൽ മതി, പുറത്താകുമ്പോൾ മൂടി കൊടുത്താൽ മതി. കോവൽ നടയിൽ കഴിഞ്ഞു. നമ്മൾ JCB പണിയെടുക്കുന്ന സമയത്ത് മുറിച്ച് മാറ്റിയ കോവലിൻ്റെ വള്ളി ഇതാണ്ട് അടിയെ മുറിച്ച് മാറ്റിയതാണ്. അപ്പോൾ അത് വെള്ളത്തിൻ്റെ ആവശ്യം അധികമില്ല. ഇപ്പം ഉണ്ടായി തുടങ്ങിയിട്ട് ഇതിൻ്റെ വിളവെടുക്കാം. ഇവിടെ എല്ലാം ഉണ്ട് ഓരോന്ന്. ഇത് വർഷത്തിൽ തടത്തൊന്ന് മുറിച്ച് കൊടുത്താൽ, തണ്ട് മുറിച്ച് കൊടുത്താൽ നല്ല ശക്തമായിട്ട് വളരും. മുറിച്ച് വയക്കി കളഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഒന്നും വളമൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഞാൻ 2 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. നോക്കുമ്പോൾ എന്നാ വളർച്ച. ഈ സ്ഥലക്കുറവുള്ളവർക്ക് പോലും ഇത് വളർത്താൻ നല്ല സൗകര്യമുള്ളൊരു മുറ്റം ഉണ്ടെങ്കിൽ ഗ്രോ ബാഗിലായാലും നന്നായിട്ട് വളർത്താൻ പറ്റുന്നതും ധാരാളം പച്ചക്കറി ലഭിക്കുന്നതും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്താൻ പറ്റുന്നതുമായ പച്ചക്കറിയാണ്. എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണേ.